അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുന്നീ അഹമ്മദ് അസീം അയ്യദല്ലാഹു തആല ബിൻ അസീസ് അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങൾ. സൂറത്തു നിസായിലെ 22-ാമത്തെ വചനം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വകൈഫ തഅഖുദൂനഹു വഖദ് അഫ്ളാ ബഅ്ദുകും ഇലാ ബഅ്ദിൻ വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ. വകൈഫ എങ്ങനെയാണ്, തഅഖുദൂനഹു നിങ്ങളത് എടുക്കുക, വഖദ് അഫ്ളാ ബഅ്ദുകും ഇലാ ബഅ്ദിൻ നിങ്ങൾ ഇണ ചേർന്ന് കഴിഞ്ഞിരിക്കെ. വഖദ് അഫ്ളാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇണങ്ങിച്ചേർന്ന് കഴിഞ്ഞിരിക്കെ. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഇണങ്ങിച്ചേർന്ന് കഴിഞ്ഞിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെ ബഅ്ദുകും ഇലാ ബഅ്ദിൻ നിങ്ങളിൽ ഒരാൾ ഇലാ ബഅ്ദിൻ മറ്റൊരാളിലേക്ക് നിങ്ങൾ ഇണങ്ങിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ വളരെ വലിയ സ്നേഹത്തോടെ മഹബ്ബത്തോടെ കഴിഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള അവർക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുത്തെങ്കിൽ അതിൽ നിന്നും അത് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? വകൈഫ തഅഖുദൂനഹു വഖദ് അഫ്ളാ ബഅ്ദുകും ഇലാ ബഅ്ദിൻ വഅഖദ്ന അവർ എടുക്കുകയും ചെയ്തിരിക്കെ. ആ സ്ത്രീകൾ മിങ്കും നിങ്ങളിൽ നിന്ന്, അവർ നിങ്ങളിൽ നിന്ന് എടുക്കുകയും ചെയ്തിരിക്കുന്നു അഥവാ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. മീസാഖൻ ഗലീളാ ഉറപ്പുള്ള ഒരു കരാർ, സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഉറപ്പുള്ള ഒരു കരാർ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് നിങ്ങൾ രണ്ടുപേർ ഒന്നായി ചേർന്ന് കഴിഞ്ഞിരുന്ന ആ സ്നേഹനാളുകൾ നിങ്ങൾ വിസ്മരിച്ചു പോകരുത്. അപ്പോൾ അത് അവർക്കെന്തെങ്കിലും കൊടുത്തു എങ്കിൽ അത് നിങ്ങൾ തിരിച്ചെടുക്കുന്നത് അന്തസ്സിന് യോജിച്ച ഒരു കാര്യം അല്ല എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ കൈഫ തഅഖുദൂനഹു നിങ്ങളതെങ്ങനെയാണ് എടുക്കുന്നത്? വഖദ് അഫ്ളാ ബഅ്ദുകും ഇലാ ബഅ്ദിൻ നിങ്ങളിൽ ഒരാൾ മറ്റൊരാളിലേക്ക് ഇണങ്ങിച്ചേർന്ന് കഴിഞ്ഞിരുന്നു. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ വളരെ ശക്തിമത്തായ ഒരു കരാർ നിക്കാഹിലൂടെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾക്ക് ഈ കാര്യം ഇങ്ങനെ എന്തെങ്കിലും കൊടുത്തത് തിരിച്ച് വാങ്ങിക്കുക, എടുക്കുക എന്നത് ഭൂഷണമല്ല. ഖലീഫത്തുള്ള പറയുന്നു, ആൻഡ് ഹൗ കുഡ് യു ടേക്ക് ഇറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതെടുക്കാൻ കഴിയുന്നത്? വൈൽ യു ഹാവ് ഗോൺ ഇൻ അൺടു ഈച്ച് അതർ ആൻഡ് ദേ ഹാവ് ടേക്കൻ ഫ്രം യു എ സോളം കവനൻറ്റ് പരിശുദ്ധമായ ഒരു ഉടമ്പടി നിങ്ങൾ രണ്ടുപേരും ചെയ്തിരിക്കെ നിങ്ങൾ എന്തെങ്കിലും കൊടുത്തത് നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കാൻ കഴിയുന്നതെന്ന് ചോദിക്കും.
അസത്ത് ഖലീഫത്തുള്ള വിശദീകരിക്കുന്നു, therefore this verse, ആയതിനാൽ ഈ വചനം എ കൺഫർമേഷൻ ഓഫ് ദ എബോവ് കമൻട്രി, നേരത്തെ പറഞ്ഞ വ്യാഖ്യാനത്തിന് ഒരു ഉറപ്പ് നൽകുകയാണ്. കൺഫേംസ് ദാറ്റ് വിമൻ ആർ നോട്ട് സ്ലേവ്സ്, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ അടിമകളല്ല. ഉറപ്പിച്ച് പറയുകയാണ്, കൺഫേംസ്, തറപ്പിച്ച് പറയുന്നു, ദാറ്റ് വിമൻ ആർ നോട്ട് സ്ലേവ്സ് ഓഫ് ദ കാപ്രൈസസ് ഓഫ് മെൻ. ഈ പുരുഷന്മാരുടെ ഒരു സ്വഭാവമുണ്ട്, പെട്ടെന്നുള്ള അഭിപ്രായ മാറ്റം, പെട്ടെന്ന് അവരങ്ങ് മാറും. അതാ കാപ്രൈസസ് എന്ന് പറയുന്നത്, ആ സ്വഭാവം. അപ്പോൾ നല്ല സ്നേഹത്തോടു കൂടിയിരിക്കും, പെട്ടെന്ന് അവരുടെ സ്വഭാവത്തിന് മാറ്റം വരും. ഇപ്പോൾ അത് അങ്ങനെ നിങ്ങൾക്ക്, പുരുഷന്മാരായ നിങ്ങൾക്ക് പെട്ടെന്ന് അഭിപ്രായം മാറ്റി നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ചെയ്യാനുള്ള അടിമകളൊന്നും അല്ല സ്ത്രീകൾ. ഇതൊക്കെ കല്യാണത്തിന് മുമ്പൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫദ്ഫർ ബിദാത്തി ദീൻ, ദീനുള്ളവരെ വിവാഹം കഴിക്കണേ എന്നും അത് അന്വേഷിക്കണേ എന്നും. വിമൻ ആർ നോട്ട് സ്ലേവ്സ് ഓഫ് ദ കാപ്രൈസസ് ഓഫ് മെൻ, പെട്ടെന്ന് അഭിപ്രായം മാറ്റുന്ന പുരുഷന്മാരുടെ അടിമകളൊന്നുമല്ല സ്ത്രീകൾ എന്ന് ഈ കമൻട്രി ഉറപ്പിച്ച് പറയുന്നു. ബൗണ്ട്സ് എ സേക്രഡ് കോൺട്രാക്ട്, പരിപാവനമായ പരിശുദ്ധമായ ഒരു ഉറപ്പിലൂടെയാണ് നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായത്. ഹസ്ബൻഡ്സ് ഓവ് ദെയർ വൈഫ്സ്, അതുകൊണ്ട് ഭർത്താക്കന്മാർക്ക് ഓവ് ദെയർ വൈഫ്സ്, അവരുടെ ഭാര്യമാരോട് കടമപ്പെട്ടിരിക്കുന്നു. ഒരു എഗ്രിമെൻ്റ് നടത്തിയാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ വിവാഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആ എഗ്രിമെൻ്റ് പറയുന്നവർക്കും അത് കേൾക്കുന്നവർക്കും ഒന്നും മനസ്സിലാവുകയില്ല. അത് എന്താ പറഞ്ഞതെന്നോ ഭാര്യ എന്തോ ഈ എഗ്രിമെൻറ്റിലൂടെ അവരെന്തോ ഒപ്പിട്ടെന്നോ ഭർത്താവ് എന്തോ ഒപ്പിട്ടെന്നോ ഒന്നും അറിയാത്ത ഒരു ചടങ്ങ് എന്ന നിലയിൽ മാത്രമാണ് ഇന്നത്തെ വിവാഹകാര്യം. പരിശുദ്ധ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും കാണിച്ചു തന്ന ഉത്തമമായ എത്ര മാതൃകകൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. അതിനെയൊക്കെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് ഇന്നത്തെ വൈവാഹിക. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ വിശുദ്ധ ഖുർആനെയും ഇതിൻ്റെ അധ്യാപനങ്ങളെയും നമ്മൾ കൈയൊഴിഞ്ഞു. ഇഹലോകത്ത് സത്യനിഷേധികളും ധിക്കാരികളും തോന്നിവാസികളുമായ ആളുകൾ നടപ്പിലാക്കിയ നടപടിക്രമങ്ങൾ നമ്മൾ പിന്തുടരുന്നു. അതുകൊണ്ട് എത്ര കുടുംബങ്ങളാണ് അസമാധാനത്തിൽ കഴിയുന്നത്, സ്വൈരതയില്ലാതെ. ഭർത്താവിനും ഭാര്യയും എങ്ങനെയാണ് അവരുടെ ജീവിതം മുഴുവൻ സന്തോഷത്തോടു കൂടി കഴിയാൻ വേണ്ടി അവനൊരിണയെ സൃഷ്ടിച്ചു കൊടുത്തു, അതുകൊണ്ട് അവൾക്കൊരിണയെ സൃഷ്ടിച്ചു കൊടുത്തു. അങ്ങനെ സന്തോഷത്തിന് മേൽ സന്തോഷമായി ദിനരാത്രങ്ങൾ കഴിയുന്നതിന് പകരം ഒന്ന് തെക്കും ഒന്ന് വടക്കും ഇങ്ങനെയുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത്. അതുമൂലം തകർന്നടിഞ്ഞു പോയ എത്ര കുടുംബങ്ങൾ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിന് പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ ഗ്രന്ഥത്തിനെ മുറുകെ പിടിച്ചോണേ എന്നാ പ്രവാചകൻ പറഞ്ഞു. എൻ്റെ ചര്യയെ നിങ്ങൾ മുറുകെ പിടിച്ചോണേ എന്ന് പറഞ്ഞു. അന്തസ്സായിട്ട് പുരുഷൻ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച് അവളെ സംരക്ഷിച്ചോളാമെന്നാണ് അതിൻ്റെ എഗ്രിമെൻ്റ്. 24 hours ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടി ഭർതൃഗ്രഹത്തിലേക്കും ഭർത്താവിനോടൊപ്പവും. അങ്ങനെ ചെയ്യുന്നവരെ ഞെക്കി പിഴിഞ്ഞ് കാശ് വാങ്ങിച്ച് കൊണ്ടുവന്ന് അങ്ങനെ യൗമാർക്ക് കൊടുക്കുന്ന ഒരു നടപടിക്രമം ഈ സമൂഹത്തിൽ നടക്കുന്നു. ഇതിനെതിരായിട്ട് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവനെ എല്ലാവരും കൂടെ വട്ടക്കൂടി അടിച്ചു കൊല്ലും. മനുഷ്യത്വം നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹു നൽകുന്ന ബോധനങ്ങൾ നമ്മളിലേക്ക് കടന്നു വരണം. അപ്പോൾ നല്ല ബൗണ്ട് ബൈ എ സേക്രഡ് കോൺട്രാക്ട്, ഒരു പരിപാവനമായ എഗ്രിമെൻ്റ്, ഒരു കരാർ അവർ ഉറപ്പ് നൽകുന്നുണ്ട്. ഹസ്ബൻഡ്സ് ഓവ് ദെയർ വൈഫ്സ്,
ഭർത്താക്കന്മാർക്ക് അവരുടെ ഭാര്യമാരോട് ചില കടപ്പാടുകളുണ്ട്. സർട്ടൻ ഓബ്ലിഗേഷൻസ് വിച്ച് ദേ ഹാവ് ടു ഫുൾഫിൽ. അവർ പൂർത്തിയാക്കേണ്ട കുറേ കടമകളുണ്ട് ഭർത്താക്കന്മാർ, ഭാര്യമാർ. നമുക്കറിയാം, ഇന്നിപ്പോൾ ഒരാൾ വിളിച്ച് എനിക്ക് സുഖമില്ല, എന്നെ നോക്കാൻ വേണ്ടി, ഇപ്പം മാതാപിതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി മക്കൾക്ക് സമയമില്ല, അതുകൊണ്ട് മറ്റാരെങ്കിലും ഏർപ്പെടുത്തുക എന്നൊക്കെയുള്ള സംവിധാനം ആണെങ്കിൽ ഒരാൾ നിന്ന് ജോലി ചെയ്യണേ കുറഞ്ഞത് 1000 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ അതിൽ കൂടുതലൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം 1000 രൂപ ജോലിക്കൂലി. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ ഭർത്താവിനോടൊപ്പം വന്ന് അവന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്ന ഓരോ മാസത്തെയും കാശൊന്ന് കൂട്ടി നോക്കിക്ക്. എത്ര കോടികൾ കൊടുത്താൽ ഈ പുരുഷൻ ഇതാവും. അപ്പോൾ ഇത് എല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതാ പറഞ്ഞത്, ഖലീഫത്തുള്ള പറയുന്നു, ബൗണ്ട് ബൈ എ സീക്രട്ട് കോൺട്രാക്ട്, ഒരു പരിശുദ്ധമായ ഉടമ്പടി അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഹസ്ബൻഡ്സ് ഓവ് ദർ വൈഫ്സ്, ഭർത്താക്കന്മാർക്ക് അവരുടെ ഭാര്യമാരോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അവർ കടക്കാരനായിരിക്കുകയാണ്. അവർ certain obligations which they have to fulfill. ആ ഉത്തരവാദിത്തം അവർ പൂർത്തിയാക്കി വെക്കും. ഇൻഡീഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്, അങ്ങനെ വൈവാഹിക നിയമം, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്, ഈ വിവാഹ നിയമത്തിലൂടെ ഇസ് നോട്ട് ടു ബി മെയ്ഡ് എ ലാഫിംഗ് സ്റ്റോക്ക്. ഇതൊരു പരിഹാസപാത്രമല്ല. തോന്നുമ്പം കല്യാണം കഴിയുക അവോ എന്ന് പറഞ്ഞൊന്നും വിടാനുള്ള അതല്ല. ഇത് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ പ്രദാനം ചെയ്യുന്ന ഭൂമിയിലെ സ്വർഗീയ ജീവിതത്തിൻ്റെ അവസ്ഥയാണ്. ആ സ്വർഗീയമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ഈ ഇണകളെ പരസ്പരം യോജിപ്പിക്കുന്നതെന്ന്. അതുകൊണ്ട് ഇതൊരു പരിഹാസപാത്രമാക്കേണ്ട ഒരു ഏർപ്പാടല്ല കല്യാണം. ബൈ എയ്തർ മെൻ ഓർ വുമൻ. സ്ത്രീകളും നല്ല അഹങ്കാരികളായ സ്ത്രീകളും, പുരുഷൻ പറഞ്ഞാൽ പോളാതിൻ്റെ ഭാഷയെന്ന് പറഞ്ഞ് ചെയ്യുന്നവരുമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് പുരുഷനും സ്ത്രീകൾക്കും കൂടി കളിപ്പാട്ടം ആടാവുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇത് പരിപാവനമായ ഒരു ബന്ധമാണ്. ഈ ബന്ധത്തിൻ്റെ ആ സീക്രട്ട്, ആ പരിപാവനത നമ്മൾ കാത്തു സൂക്ഷിച്ചെങ്കിൽ മാത്രമേ വിവാഹ ജീവിതം ഇതാവും. നിങ്ങളുടെ കുറേ പണവും പഴവും വെച്ചും കൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. ഇപ്പം വളരെ സമുന്നതമായ ലോകത്തിൽ ഭരിക്കുന്നതായ ആളുകൾ, ഭരണകർത്താക്കൾ, എല്ലാവരുടെയും ജീവിതം തകർന്നടിഞ്ഞു പോകുന്നത് എന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ഈ പരിശുദ്ധമായ ഈ സ്നേഹബന്ധം, ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ആ സ്നേഹബന്ധം ഇന്നില്ല. വെറും ലൈംഗികതയ്ക്ക് മാത്രമുള്ള ഒരു ഉപകരണമായി പരസ്പരം മാറിപ്പോകുന്നത്. അതുകൊണ്ട് സന്താനങ്ങളെല്ലാം അവർക്ക് തോന്നുന്ന വഴിയിലൂടെയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകം. ഇതിലേക്ക് മടങ്ങിപ്പോകുക, ഈ അധ്യാപനത്തിലേക്ക് മടങ്ങുക എന്നുള്ളത് മാത്രമാണ് സമാധാനത്തോടുകൂടിയുള്ള ജീവിതത്തിൻ്റെ വഴി. അണ്ടർ ദിസ് കോൺട്രാക്ട്, ഈ ഉടമ്പടിയിലൂടെ ദേ ഹാവ് ടേക്കൺ സർട്ടൻ റൈറ്റ്സ് ഫ്രം ഈച്ച് അതർ. അവർക്ക് പരസ്പരം രണ്ടു കൂട്ടർക്കും ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. ആൻഡ് നൗ വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് ഡൈവോഴ്സ്, ഇപ്പോഴവർ വിവാഹമോചനത്തിലാണ് എങ്കിൽ, ബിറ്റ്വീൻ ദം, അവർ തമ്മിൽ വിവാഹമോചനത്തിൻ്റെ വക്കിലാണ് എങ്കിൽ, ദ മെൻ ആർ നോട്ട് ടു ടേക്ക് അൺഡ്യൂ അഡ്വാൻറ്റേജ്. അർഹതപ്പെടാത്ത ഒരു നേട്ടവും അതിലൂടെ പുരുഷൻ നേടിയെടുക്കരുത്. ചിലപ്പോൾ അവരുടെ കയ്യിൽ സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരിക്കാം സ്ത്രീയുടെ കയ്യിൽ. അനർഹമായതൊന്നും അവരുടെ കയ്യിൽ നിന്നും നിങ്ങൾ സ്വായത്തമാക്കാൻ നോക്കരുത്. ദ മെൻ ആർ നോട്ട് ടു ടേക്ക് അൺഡ്യൂ അഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ് സോളം റിലേഷൻഷിപ്പ്. ആൻഡ് അതൊരു പരിപാവനമായ ബന്ധമായിരുന്നു. ആ ബന്ധത്തിലൂടെയാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് മോശമായ അതൊന്നും നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ആൻഡ് സ്നാച്ച് ഓഫ് ഹിസ് പ്രീവിയസ് വൈഫ്, അങ്ങനെ വിവാഹമോചിതയാക്കപ്പെടുന്ന ആ ഭാര്യയിൽ നിന്ന് നിങ്ങളൊന്നും പിടിച്ച് പറിച്ചെടുക്കരുത്, കവർന്നെടുക്കരുത്. ഹർ പൊസഷൻസ്, അവരുടെ ധനങ്ങളൊന്നും തന്നെ നിങ്ങൾ കവർന്നെടുക്കരുത്. ബി ഇറ്റ് ഫോഴ്സ്ഫുള്ളി ഓർ ത്രൂ ഹർ യൂസസ്, അത് ശക്തി ഉപയോഗിച്ചായാലും ശരി, അല്ല ഉപായങ്ങൾ, തന്ത്രങ്ങൾ, ചില കുതന്ത്രങ്ങളുണ്ടല്ലോ, തന്ത്രപ്രയോഗത്തിലൂടെ ആയാലും ശരി, ഇത്തരത്തിലുള്ളതൊന്നും
പ്രയോഗിച്ച് അവരുടെ സമ്പത്ത് നിങ്ങൾ കൈയെടുക്കുക. അതും ഇപ്പോൾ രണ്ട് കൂട്ടർക്കും ഉത്തരവാദിത്വവും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ശരി, ഈ പറഞ്ഞ ഉത്തരവാദിത്വങ്ങൾ അനുസരിച്ച് സന്തോഷമായിട്ട് നിങ്ങൾക്ക് കഴിയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞു. അത് സന്തോഷമായിട്ട് തന്നെ നിങ്ങൾ പിരിഞ്ഞോളൂ. അപ്പോൾ അവരുടെ യാതൊരു അവകാശങ്ങളും പുരുഷന് കൂടുതൽ അധികാരങ്ങളും അരിജാലു കവ്വാമൂനാലനിസ, സ്ത്രീകളുടെ മേൽ അല്പം കൂടി ഒരു പവർ പുരുഷന് കൊടുത്തിരിക്കുന്നുണ്ട്. അവൻ കൂടുതൽ അന്തസ്സായിട്ട് അവരോട് പെരുമാറുന്നു. അവർക്ക് 1000 രൂപയുടെ അവകാശമുള്ളെങ്കിൽ ഇന്നാ 1500 പിടിച്ചോ എന്ന് പറഞ്ഞ അവകാശം കൊടുത്ത് വിടുന്ന അന്തസ്സായ നടപടിയെ പുരുഷൻ സ്വീകരിക്കുന്നു. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. ഈ പരിശുദ്ധ അധ്യാപനങ്ങളെ കളഞ്ഞതിൻ്റെ പേരിൽ എത്രയെത്ര സഹോദരങ്ങളുടെ കുടുംബജീവിതങ്ങൾ തകർന്നു പോകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കൂ. നിങ്ങൾ സ്നേഹിക്കൂ. മറ്റുള്ളവരുടെ വീഴ്ചകൾ, പോരായ്മകൾ നിങ്ങൾ പുറത്തു കൊടുക്കുക, മാപ്പ് ചെയ്യുക. വിധിയെല്ലാം അവസാനം അല്ലാഹുവിൻ്റെ കയ്യിലാണ്. അവൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങൾ ഭൂമിയോളം ക്ഷമിക്കുക. നമ്മൾ എത്ര ഭൂമിയുടെ പുറത്തിട്ട് ചവിട്ടിയാലും ഭൂമി പറയുന്നുണ്ട്, ഒരിക്കൽ നിന്നെ ഞാൻ എൻ്റെ അകത്ത് കൊണ്ടുവരുമെന്ന്. അത് സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ അങ്ങേയറ്റം വിനയമുള്ളവരായി തീർന്നുകൊണ്ട് ഒരു നല്ല ദാമ്പത്യ ജീവിതം നയിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും വിശുദ്ധ ഖുർആൻ നൽകുന്ന അധ്യാപനങ്ങൾ ഈ വധൂവരന്മാർ മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കുമെങ്കിൽ ആ ജീവിതം സ്വർഗ്ഗതുല്യമാവും. അതിനുള്ള തൗഫീഖ് അല്ലാഹു തആല നമ്മുടെ കുടുംബങ്ങളിൽ പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.